2022 മാർച്ചിൽ നരേന്ദ്രമോദി പറയുകയാണ്, ഈ കോവിഡിൻ്റെ കാലമാണല്ലോ, ലോക്ക്ഡൗണിൽ ആളുകൾ നിൽക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളെല്ലാവരും ബാൽക്കണിയിൽ പോയി നിന്ന് ഈ പാത്രത്തിൽ കൊട്ടണം എന്ന് പറഞ്ഞു. നോക്കൂ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ബാൽക്കണിയിൽ പോയി നിന്ന് പാത്രം കൊട്ടി കൊറോണ വൈറസിനെ പായിക്കാൻ ശ്രമിച്ചു. അങ്ങനെ രാജ്യമാണ് നമ്മുടേത്. അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ ലൈറ്റുകളെല്ലാം അണയ്ക്കണം വൈകിട്ട്, എന്നിട്ട് ഈ പറയുന്ന ക്യാൻഡിൽസ് കത്തിക്കണം. ഇനിയിപ്പോൾ ക്യാൻഡിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ് ഓണാക്കി വെക്കണം, എന്നിട്ട് മന്ത്രങ്ങൾ ചൊല്ലണം, ശംഖു വിളിക്കണം. ഇങ്ങനെ യഥാർത്ഥത്തിൽ കോവിഡിനെ പ്രതിരോധിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് മാത്രമല്ല, ഒരു ഭരണാധികാരി ഇങ്ങനെ ആഹ്വാനവും ചെയ്തുകൂടാ. പക്ഷേ ആ ഭരണാധികാരിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ശംഖുവിളിയും മന്ത്രജപവുമാണ്. അതിലൂടെ ആളുകളെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ സാമ്രാജ്യം ഊട്ടിയുറപ്പിക്കുക, അധികാരം ഊട്ടിയുറപ്പിക്കുക എന്നതാണ്. ഇതിൽ നിന്നുകൊടുക്കുന്ന ആളുകളായി നമ്മെ പരിവർത്തിപ്പിക്കുന്നതിനകത്ത് ഈ വൈകാരികതയുടെ പ്രശ്നമുണ്ട്. മാധ്യമങ്ങളെ മാറ്റി നിർത്തിയാലും ഞാൻ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള വൈകാരികമായ വസ്തുതകൾക്കപ്പുറത്ത് വൈകാരികതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആളുകളെ ഒരുമിപ്പിക്കുകയും അവരെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ വടക്കേ ഇന്ത്യയിലൂടെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. ആ യാത്രയുടെ സമയത്ത് ഉത്തർപ്രദേശിലെ ഒരു സാധാരണ കർഷകനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്താണ് കേട്ടോ പുൽവാമ ബാലാക്കോട്ട് ആക്രമണം നടക്കുന്നത്. അന്ന് ഈ പറയുന്ന കർഷകൻ ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തി നിൽക്കുന്ന സമയമാണ്. അന്ന് ഞാൻ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ കർഷകൻ സർക്കാരിന് എതിരാകേണ്ടതാണ്. ഉത്തർപ്രദേശിലും കേന്ദ്രത്തിലും BJP ഭരിക്കുന്ന സമയമാണ്. ആ കർഷകന് എതിരാകേണ്ട സമയമാണ്. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ BJPക്കാണ് വോട്ട് ചെയ്യുക, കാരണം ഇത് ദേശരക്ഷയുടെ പ്രശ്നമാണ് എന്നാണ്. ഏറ്റവും ദേശരക്ഷാക്കി ബാത്ത് ഹേ എന്നാണ്. ആ വാക്ക് ഞാൻ മറക്കത്തില്ല. അങ്ങനെയാണ് പറഞ്ഞത്. കാരണം ഇത് ദേശരക്ഷയാണ്. അതിനേക്കാളാണ് എൻ്റെ ദാരിദ്ര്യത്തിനപ്പുറത്ത്, എൻ്റെ തൊഴിലില്ലായ്മയ്ക്കപ്പുറത്ത്, എൻ്റെ പട്ടിണിക്കപ്പുറത്ത്, എനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ ജീവിക്കുമ്പോഴും എൻ്റെ രാജ്യത്തിൻ്റെ രക്ഷ ഒരു പ്രശ്നമാണ്. അങ്ങനെ അയാളെ കൊണ്ട് തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പട്ടിണിയുടെ പ്രശ്നം മാറുന്നു, തൊഴിലില്ലായ്മയുടെ പ്രശ്നം മാറുന്നു, മറ്റെല്ലാ വിഷമതകളും മാറുന്നു. എന്നിട്ട് വൈകാരികമായി ഒരാളെ സ്റ്റേറ്റിനൊപ്പം നിർത്തുന്നു. ഇതാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. നിങ്ങളെ വൈകാരികമായി സംഘടിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ആ മേഖലയിൽ മാധ്യമങ്ങൾ ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ സ്വരാജ് പറഞ്ഞ വിമർശനം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഗണപതി ഹോമത്തെ പ്രകീർത്തിക്കുന്നു, അല്ലെ? പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഗണപതി ഹോമമൊക്കെ നടത്താൻ കഴിയും വിധത്തിൽ ഒരു രാജ്യം മാറി തീർന്നിരിക്കുന്നു. എതിർശബ്ദങ്ങൾ ഉണ്ടാകുന്നില്ല കേട്ടോ. മാധ്യമങ്ങളിലാണ് എതിർശബ്ദം ഉണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലിങ്കന്റെ ജെറ്റിസ്ബർഗ് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞത്. അന്നത്തെ കാലത്ത് അന്ന് 2 പത്രങ്ങൾ ലിങ്കനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലൊരു ടോട്ടാലിറ്റേറിയൻ സമൂഹമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഡെമോക്രസി പോകുന്നു എന്നുള്ളതാണ്. ജനാധിപത്യം പോകുന്നു. പകരം ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിന് വികസിച്ചു വരാൻ കഴിയും പാകത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ലെഗസി മീഡിയയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെക്കാൾ സൂക്ഷ്മതയോടുകൂടി കേരളം കാണേണ്ടത്, ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതും രാജ്യം കാണേണ്ടതും ഈ സമൂഹ മാധ്യമങ്ങളാണ് എന്നുള്ളതാണ്.